കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ്. കാവാലം നാരായണപ്പണിക്കർ സാറിനെ ഓർക്കുന്ന ഒരു സായാഹ്നമാണിത്. അദ്ദേഹം മലയാള നാടകവേദിക്ക്, ഇന്ത്യൻ നാടകവേദിക്ക്, ലോക നാടകവേദിക്കൊക്കെ നൽകിയ സംഭാവനകൾ അമൂല്യങ്ങളാണ്. മലയാള നാടകവേദിയുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ തനത് നാടകവേദിയിൽ കൂടി നമ്മുടെ പടയണിയും കൂടിയാട്ടവും കഥകളിയും സോപാന സംഗീതവും നാടൻ പാട്ടുകളും കുട്ടനാടിൻ്റെ പാട്ടുകളും എല്ലാം കൊണ്ടുവന്ന് മലയാള നാടകവേദിയെ തന്നെ വലിയ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു സൂക്ഷ്മ ഉപാസകനായിരുന്നു. അദ്ദേഹം സിനിമ പാട്ടുകൾ എഴുതാൻ വന്നപ്പോഴും 78 ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഗാനം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യത്തെ സിനിമാ ഗാനം എഴുതുന്നത്. അപ്പോൾ സിനിമ ഭാഷയിലല്ല അദ്ദേഹം എഴുതിയത്, മലയാള സിനിമയെ ഈ നമ്മുടെ മണ്ണിൻ്റെ ഭാഷയിലേക്ക് അതിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത്. സിനിമയുടെ ഭാഷയിൽ എഴുതുന്നതിന് പകരം ഈ മണ്ണിൻ്റെ ഭാഷ മലയാള ചലച്ചിത്ര ഗാന ശാഖയിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രകൃതിയിൽ നമുക്ക് അലിഞ്ഞ് ചേരുന്ന അനുഭവം ഉണ്ടാകും. പുലരിത്തൂ മഞ്ഞുത്തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പുലരിയെ വർണ്ണിക്കാൻ വേണ്ടി തൻ്റെ പദസമ്പത്തിനെ ഉപയോഗിക്കാൻ പരിശ്രമിച്ചിട്ടേ ഇല്ല. പകരം ഈ ഒരു തൂമഞ്ഞു തുള്ളിയിൽ പ്രപഞ്ചത്തെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത. അതാണ് അദ്ദേഹം ചലച്ചിത്ര ഗാന ശാഖയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എന്നോട് കവിത പാടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഒരു മാർഗമാണിത്, ഒരു എളുപ്പസൂത്രം. ഇപ്പോൾ ഇന്ത്യ രാധാകൃഷ്ണൻ ചേട്ടനും അദ്ദേഹം കൂടെ ചേർന്നപ്പോൾ വന്ന പാട്ടാണ്. അത് പാടി അല്ലേ? ഞാൻ പറഞ്ഞ വേറെണ്ണം. കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ്. അപ്പൊ ഇവിടെയും പറഞ്ഞതുപോലെ ഈ കറുകറ കാർമുകിൽ കൊമ്പനാന പുറത്ത് ഏറി വരുന്ന ഒരു ജീവശക്തിയായിട്ട് മഴയെ കൊണ്ടുവരികയാണ്. അങ്ങനെ എവിടെയും നമ്മൾ അങ്ങനെ മഴയെക്കുറിച്ച് എത്രയോ കവികൾ എങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഗ്രാമത്തിലേക്ക് കാർമുകിലിൻ്റെ പുറത്ത് ഒരു കൊമ്പനാനയായിട്ട് ജീവശക്തിയായി മഴ കടന്നു വരികയാണ്. എന്നോട് ചില ആളുകൾ, അദ്ദേഹത്തിനോടുള്ള ആരാധനയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ കറുകറ കാർമുകിൽ പാടുന്ന സമയത്ത് അദ്ദേഹം കൊമ്പനാനയെപ്പോലെ ആകും അദ്ദേഹത്തെ കാണുമ്പോൾ. അങ്ങനെ ആകും അദ്ദേഹം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തുടം തുടം കുടം കുടം നീ വാർത്തോ എന്ന് പാടുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ
കർക്കിടക തേവരായിട്ട് അദ്ദേഹത്തിന് ഭാവപകർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഈ പറഞ്ഞ ഈ ജിഗി ജിഗി തക്കം ജയ് ജയ് പറയുമ്പോഴത്തേക്കും മാറത്തൊലച്ച് പെയ്യുന്ന മഴ പോലെ അദ്ദേഹം മാറും. അങ്ങനെ വിസ്മയകരമായ ഭാവപകർച്ച അദ്ദേഹം ഈ കറുകറ കാർമുകിൽ പാടുമ്പോൾ ഉണ്ടാകുമെന്ന് അത് കണ്ട അനുഭവസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്തൊരു ഭംഗിക്കുറവുണ്ട്. ഞാൻ എത്രയോ അതിൻ്റെയൊക്കെ അരികിൽ നിന്ന് മാത്രം ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ചുമതലയിലുണ്ടായിരുന്നു, കേരള സംഗീത നാടക അക്കാദമിയുടെ ചുമതലയുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ ആരാധകർ കർണാടകത്തിലൊക്കെ അദ്ദേഹത്തിനുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെ പ്രസന്നയൊക്കെ ഭയങ്കര ബഹുമാനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പുതിയ തലമുറയിലേക്കും ഒക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായി ചില കാര്യങ്ങൾ ചെയ്യും എന്നുകൂടി സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഈ വളരെ പ്രൗഢമായ രാജുവേട്ടനൊക്കെ മുമ്പിൽ ഇരിപ്പുണ്ട് സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അത്രയും മാത്രം പറഞ്ഞത് കൂടി പോയെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.